നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി നാട്ടിക നിയോജക മണ്ഡലം UDF, LDF, NDA സ്ഥാനാർത്ഥികൾ. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, ഗീതാ ഗോപി, CC മുകുന്ദൻ എന്നിവരാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി രാവിലെ തന്നെ തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 135 നമ്പർ പോളിംഗ് ബൂത്തിൽ ഗീതാ ഗോപി വോട്ട് രേഖപ്പെടുത്തി. കുടുംബത്തോടൊപ്പമാണ് ഗീതാ ഗോപി വോട്ട് ചെയ്യാനെത്തിയത്. ഭർത്താവ് ഗോപി, മക്കളായ ശില്പ, വിഷ്ണു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വോട്ട് ചെയ്തതിനുശേഷം ഗീതാ ഗോപി നാട്ടിക മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ലാലൂരിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ലാലൂരിലെ മത്തായിപുരം കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു പോളിംഗ് ബൂത്ത്. ഭാര്യയോടൊപ്പമാണ് അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയത്. നാട്ടിക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. മകൾ നിപയും ഒപ്പമുണ്ടായിരുന്നു. ചരിത്രത്തിലാദ്യമായി 58 വർഷത്തെ കമ്മ്യൂണിസത്തിൽ നിന്ന് മോചനം കിട്ടി ഈശ്വരവിശ്വാസത്തിൽ ആദ്യമായി താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ പറഞ്ഞു. ഒരു വലിയ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ വോട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത്. എന്തായാലും ഒരു 58 വർഷത്തെ ചരിത്രം മാറ്റിക്കുറിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ ഞാൻ എൻ്റെ ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്തുകൊണ്ട്. അതെന്തായാലും ഈ ഒരു തീരുമാനം ഞാൻ എടുത്തതുപോലെ തന്നെ നമ്മുടെ വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവരും അത് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷയുള്ളത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമായി നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലം അത്ഭുതകരമായൊരു വിജയം ഈ മണ്ഡലത്തിൽ ഉണ്ടാകും എന്നുള്ള നല്ല പ്രതീക്ഷയോടെയാണ് എൻ്റെ ആദ്യത്തെ വോട്ട് ഈ താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള എൻ്റെ മനസ്സ് വളരെ സന്തോഷകരമായ അനുഭവമാണ്. അതിലൊരു പ്രത്യേകത ഉള്ളത്, പഴയ കാലത്തു നിന്ന് വ്യത്യസ്തമായി വളരെ ഒരു ഈശ്വര വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്തിയത്. അതാണ് ചരിത്ര വിജയത്തിൻ്റെ ഒരു ഭാഗം. ഇനിയുള്ള കാലങ്ങളിൽ ജനങ്ങൾ മുഴുവനും പ്രതീക്ഷകളൊക്കെ ഒരു ഈശ്വര വിശ്വാസത്തോടുകൂടിയുള്ള മുന്നോട്ട് പോകുന്ന ആശയമാണ്. ആ ആശയം കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ വലിയ മാറ്റങ്ങൾ ഈ രാജ്യത്ത് ഉയർന്നു വരും എന്നാണ് പ്രതീക്ഷ. എന്തായാലും അവരെ കൂടെ പ്രത്യക്ഷത്തിൽ ഇന്നത്തെ സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ അവരെ കൂടെ എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാകും എന്നാണ് ഈ വോട്ട് ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഞാൻ നൽകിയത്.